ഞങ്ങളടക്കം കുറഞ്ഞ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പിളർപ്പ് ഉണ്ടാകുമെന്ന്. ഇപ്പോഴിതിന് ഒരു സ്ഥിരീകരണം ആയിരിക്കുന്നു. ആ വാർത്തയ്ക്ക് കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കളുമായിട്ട് BJP ചർച്ച നടത്തിയിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് BJPയുടെ നേതാവും ഒപ്പം തന്നെ ആസാം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ. അദ്ദേഹം മുൻപ് കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 3 മാസം മുൻപ് വരെ തങ്ങൾ ചർച്ച നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചർച്ച നടക്കുന്നത്. ഈ കോൺഗ്രസിൽ നിന്ന് അടർന്നു വരുന്ന അല്ലെങ്കിൽ പിളർന്നു വരുന്ന വിഭാഗത്തെ ചേർത്ത് ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി അത് NDAയുമായി കൈകോർത്തുകൊണ്ടായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ മുൻപോട്ട് പോവുകയെന്ന് പറയുന്നു. ഇതിനെ തന്നെ ചുമതലപ്പെടുത്തിയത് താൻ മുൻ കോൺഗ്രസ് നേതാവായതുകൊണ്ടും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തനിക്ക് ആരെ എപ്പോൾ വേണമെങ്കിലും വിളിച്ച് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന അത്ര ബന്ധം തനിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ടുണ്ട് എന്നുകൂടി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി അന്തരീക്ഷത്തിൽ അലയടിച്ചിരുന്ന ഒരു വാർത്തയ്ക്ക് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു. കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ഒരു പ്രാദേശിക പാർട്ടി രൂപീകരിക്കുന്നു, NDAയുടെ ഭാഗമാകാൻ തീരുമാനിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കും എന്ന് പറയുന്നു. 3 മാസങ്ങൾക്ക് മുമ്പ് വരെ നിരന്തരം ചർച്ചകൾ നടന്നിരുന്നതായും അതിൻ്റെ അടിസ്ഥാനം ഉണ്ടായതായും, അതായത് ഒരു രൂപരേഖ തയ്യാറാക്കിയതായും ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.